സഹകാരി റൈസ് പ്ലസിൻ്റെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഓക്സിലറി വേർബുകളാണ്. നമുക്കറിയാം ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഓക്സിലറി വേർബുകൾ. ഓക്സിലറി എന്തൊക്കെയാണ്, അവയെ എത്രയായിട്ട് തിരിക്കാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിയേ, ഓക്സിലറി വെർബുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, കണ്ടാൽ തിരിച്ചറിയണം. ഓക്സിലറി വെർബ് നമ്മളിപ്പം ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നവരാണ്, അപ്പോൾ അതിനകത്ത് ഓക്സിലറി വേണം. അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുന്നവരാണ്, ഓക്സിലറി വേണം. പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് പഠിക്കുന്നവരാണ്, ഓക്സിലറി ഉപയോഗിക്കണം. അതായത് ഇംഗ്ലീഷിലെ മിക്ക ടോപ്പിക്കുകളിലും എന്ത് വേണം, ഓക്സിലറി വെർബ് നിർബന്ധം. അതുകൊണ്ട് അതിൻ്റെ യൂസേജ് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഓക്സിലറിയുമായി ബന്ധപ്പെട്ട് റെയറായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്സിലറിയുടെ യൂസേജ് അറിഞ്ഞിരുന്നാൽ ഉത്തരങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഓക്സിലറി വെർബുകളായി ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് മൊത്തത്തിൽ 24 ഓക്സിലറി വെർബുകളാണ് ഉള്ളത്. എത്ര ഓക്സിലറീസ്? 24 ഓക്സിലറി വെർബുകളാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കണം. ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടി എന്ന നിലയിൽ നമ്മൾ ഓക്സിലറി വെർബ് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഏതൊക്കെയാണ് ഓക്സിലറി വെർബുകൾ? പഠിച്ചേ. ഈസ്, ആം, ആർ. എന്നോടൊപ്പം പറഞ്ഞോണം ഏതൊക്കെയുണ്ട്. ഈസ്, ആം, ആറ്. അതുപോലെ വാസ്, വെയർ. ഏതൊക്കെ? ഈസ്, ആം, ആറ്, വാസ്, വെയർ. അടുത്തത് ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, ഹാവ്, ഹാഡ്. അടുത്തത് ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. അടുത്ത് വില്ല്, ഉഡ്, ഷാൾ, ഷുഡ്. വില്ല്, ഉഡ്, ഷാൾ, ഷുഡ്. ക്യാൻ, കുഡ്. അടുത്ത് മേ, മൈറ്റ്, മസ്റ്റ്. മേ, മൈറ്റ്, മസ്റ്റ്. യൂസ്ഡ് ടു, ഡയർ, നീഡ്, ഔട്ട് ടു. യൂസ്ഡ് ടു, ഡയർ, നീഡ്, ഔട്ട് ടു. അപ്പം എത്രയാണ്? മൊത്തത്തിൽ 24 ഓക്സിലറി വെർബുകളുണ്ട്. ഒരു തവണ കൂടി എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതൊക്കെയാണ്? ഈസ്, ആം, ആറ്. ഇനി വാസ്, വെയർ. അടുത്തത് ഹാസ്, ഹാവ്, ഹാഡ്. അടുത്ത് ഡു, ഡസ്, ഡിഡ്. അടുത്ത് വില്ല്, ഉഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡയർ, നീഡ്, ഔട്ട് ടു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ഓക്സിലറിയുടെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന വെർബുകൾക്ക് അല്ലെങ്കിൽ വാക്കുകൾക്ക് പറയുന്ന പേര് ഓക്സിലറി വെർബുകൾ. മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് മെയിൻ വെർബുകൾ എന്ന് പറഞ്ഞാൽ. ആക്ഷൻ വേർഡ്സ്, അതിനെയാണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. വാക്ക്, ഈറ്റ്, സ്ലീപ്പ്, സിങ്, ഡാൻസ്, ഗോ, റൈറ്റ്, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് പറയുന്ന പേര് മെയിൻ വെർബ്. ഇവയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, ഇവയെ വിളിക്കുന്ന പേര് ഓക്സിലറി, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെൽപ്പിംഗ് വെർബുകൾ എന്ന് പറയുന്നത്. എന്തെന്ന് വിളിക്കാം? ഹെൽപ്പിംഗ് വെർബുകൾ എന്ന് കൂടെ വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഇപ്പൊ 24 ഓക്സിലറി ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, ഈ ഓക്സിലറിയുടെ ആദ്യത്തെ കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതിൽ ആദ്യത്തത്, ഈ നമ്മൾ പഠിച്ച 24 ഓക്സിലറിയെ രണ്ടായിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ പഠിച്ച ഓക്സിലറി വെർബിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി ഓക്സിലറി വെർബ്. ഏതാണ് കുട്ടികളെ? പ്രൈമറി ഓക്സിലറി വെർബ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന്റെ പേര് പ്രൈമറി ഓക്സിലറി വെർബ്. ഓക്കെ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് മൊഡാൽ ഓക്സിലറി, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സെക്കൻഡറി ഓക്സിലറി വെർബ്. എന്തെന്ന് പറയാം? മൊഡാൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സെക്കൻഡറി ഓക്സിലറി വെർബ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിച്ച ഓക്സിലറീസ് ഏത് മുതൽ ഏത് വരെയാണ്? ഈസ് മുതൽ അതുപോലെ ഓട്ട് ടു വരെ വരുന്ന ഓക്സിലറി നമുക്ക് എത്രയായിട്ട് തിരിക്കാന്ന് പറഞ്ഞു? രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെ? പ്രൈമറി ഓക്സിലറി എന്നും മൊഡാൽ ഓക്സിലറി എന്നും. ഇനി ഇതിലെ പ്രൈമറി ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നത് ഈസ് മുതൽ ഡിഡ് വരെ വരുന്ന ഓക്സിലറി വെർബിനെ പറയുന്ന പേരാണ് പ്രൈമറി ഓക്സിലറി. ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ. ഈസ്, ആം, ആറ്, വാസ്, വെയർ. അതുപോലെ ഹാസ്, ഹാവ്, ഹാഡ്. അതുപോലെ ഡു, ഡസ്, ഡിഡ്.
ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നത്? ഈസ് മുതൽ ഡിഡ് വരെ. ഏതൊക്കെയാണ് ഈസ് മുതൽ ഡിഡ് വരെ വരുന്ന ഓക്സിലറി? ഈസ്, ആം, ആറ്, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇത്രയും ഓക്സിലറിക്ക് പറയുന്ന പേര് പ്രൈമറി ഓക്സിലറി വെർബ്. ഇതിനെല്ലാം കൂടെ പറയുന്ന പേര് എന്താണ്? പ്രൈമറി ഓക്സിലറി വെർബ്. ഇനി സെക്കൻഡറി ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി വെർബ് ഏത് മുതലാണ്? ബാക്കി നിൽക്കുന്ന മുഴുവൻ ഓക്സിലറിക്കും പറയുന്ന പേര് സെക്കൻഡറി അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി. ഏതാണ്? വില്ല് മുതൽ ഒറ്റു വരെ വരുന്ന ഓക്സിലറീസ്. വില്ല് മുതൽ ഓട്ടിറ്റു വരെ വരുന്ന ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഓട്ട് ടു. ഒന്നും കൂടെ പറഞ്ഞ ഏതൊക്കെയാണ്? വില്ല് മുതൽ ഓട്ടിറ്റു വരെ ഏതൊക്കെ ഉണ്ട്? വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഔട്ട് ടു. ഈ ഓക്സിലറീസിന് പറയുന്ന പേര് സെക്കൻഡറി ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് പറയും. നോക്കിയേ കുട്ടികളെ, ഒന്നാമത്തെ ചോദ്യമാണ് പറയുന്നത് കേട്ടോ. നോക്കിയോ, വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ഏത് കഴിഞ്ഞാലും വരുന്ന വെർബ് എപ്പോഴും V1 ആയിരിക്കും. മറക്കരുത്, വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തായിരിക്കണം? V1 ആയിരിക്കണം. വെർബിന്റെ ആദ്യത്തെ രൂപം ആയിരിക്കണം. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി ഏത് കഴിഞ്ഞാലും വെർബ് ഏതായിരിക്കണം? V1. V1 വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക്, ഈറ്റ്, സ്ലീപ്പ്, സിങ്, ഡാൻസ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് വെർബിന്റെ V1 രൂപങ്ങൾ ആയിരിക്കും. ഇനി പ്രൈമറി ഓക്സിലറി നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്? ഈസ് മുതൽ ഡിഡ് വരെ വരുന്ന ഓക്സിലറീസ്. അവിടെ ഈ പ്രൈമറി ഓക്സിലറിയെ നമുക്ക് മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. എത്രയായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം? മൂന്നായിട്ട് തരംതിരിക്കാം. പ്രൈമറി ഓക്സിലറി നമുക്ക് എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ തിരിവാണ് എന്തെന്ന് പറയും? ബി ഫോം ഓക്സിലറി. അതിൽ ആദ്യത്തെ ഓക്സിലറി അല്ലെങ്കിൽ ആദ്യത്തെ ഫോമിന് പറയുന്ന പേരെന്താ? ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പേര് ബി ഫോം ഓക്സിലറീസ് എന്ന് പറയും. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബി ഫോം ഓക്സിലറീസ്. ഏതൊക്കെയാണ് നോക്കിയേ? ഈസ്, ആം, ആറ്, വാസ്, വെയർ. ഏതൊക്കെ കുട്ടികളെ? ഈസ്, ആം, ആർ, വാസ്, വെയർ. ഇതിന് മാത്രം പറയുന്ന പേര് ബി ഫോം ഓക്സിലറീസ്. എന്തെന്ന് വിളിക്കും? ബി ഫോം ഓക്സിലറീസ് എന്ന് പറയാം. പഠിച്ചോണം. ഇത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും ING ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? ING ആയിരിക്കണം. ഗ്രാമാറ്റിക്കലി ING ആയിരിക്കണം. ഗ്രാമർ പരമായിട്ട് ING ആയിരിക്കണം വരേണ്ടത്. ഏതൊക്കെ? ഈസ്, ആം, ആറ്, വാസ്, വെയർ കഴിഞ്ഞാൽ വരുന്ന ഉത്തരം ING ആയിരിക്കും. എന്നാൽ നമ്മൾ പാസീവ് വോയിസ് ഒക്കെ പഠിക്കും. ഈസ്, ആം, ആറ് കഴിഞ്ഞിട്ട് എന്ത് വരാം? വാസ്, വെയർ കഴിഞ്ഞിട്ട് V3 വരാം. അത് പാസീവ് വോയിസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകൾ ആയിരിക്കണം. എന്ത് ചെയ്യുന്നു? നമ്മൾ ടെൻസ് പരമായിട്ട് പറയുമ്പോൾ സാധാരണ ഇവ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? ING ആയിരിക്കണം. ഇല്ലേ? ഇപ്പൊ പ്രൈമറി ഓക്സിലറിയുടെ ആദ്യത്തെ തിരിവിന്റെ പേരെന്താ? ബി ഫോം ഓക്സിലറി. ബി ഫോം ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ഏതൊക്കെയാ? ഈസ്, ആം, ആറ്, വാസ്, വെയർ. ഇല്ലേ? ഇത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്താ? ING ആയിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിന് മുമ്പേ ഒരു കാര്യം കൊണ്ട് പഠിക്കുക. ഈ പ്രൈമറി ഓക്സിലറി നമുക്ക് രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഏത് പറഞ്ഞു? പ്രൈമറി ഓക്സിലറീസ് ആയിട്ടുള്ള ഈസ്, ആം, ആറ്, വാസ്, വെയർ ഇവ എത്രയായിട്ട് തിരിക്കാന്ന് പറഞ്ഞു? രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് കുട്ടികളെ? ഒന്നാമത്തെ പേരാണ് പ്രസന്റ് ബി ഫോം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പേരെന്താ? പ്രസന്റ് ബി ഫോം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷന്റെ പേരാണ് പാസ്റ്റ് ബി ഫോം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പാസ്റ്റ് ബി ഫോം. എന്തൊക്കെയായിട്ട് തിരിക്കാം? അപ്പൊ ബി ഫോം ഓക്സിലറിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രസന്റ് ബി ഫോം എന്നും പാസ്റ്റ് ബി ഫോം എന്നും. അതിനകത്ത് തന്നെ പറയാം. നോക്കിയേ കുട്ടികളെ, ഈസ്, ആം, ആർ, വാസ്, വെയറിനെയാണ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. പ്രസന്റ് എന്നും പാസ്റ്റ് എന്നും. ഇതിലെ പ്രസന്റ് ഓക്സിലറീസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ? ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ ഇവ പ്രസന്റ് ഓക്സിലറീസ് ആണ്. അതിന്റെ പാസ്റ്റ് ഫോം ആണ് വാസും വെയറും. ഈസ്, ആമിന്റെ പാസ്റ്റ് ആണ് വാസ്, ആറിന്റെ പാസ്റ്റ് ആണ് വെയർ. അത് തന്നെയാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന കാര്യം. പ്രസന്റ് ബി ഫോം ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. അതിന്റെ പാസ്റ്റ് ബി ഫോം ഏതാണ്?
വാസ് വെയർ. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരാം, താഴെ തന്നിരിക്കുന്നതിൽ പ്രസന്റ് ബി ഫോം ഓക്സിലറി ഉത്തരമായിട്ട് എടുത്തെഴുതുക. താഴെ തന്നിരിക്കുന്നതിൽ പാസ്റ്റ് ബി ഫോം ഓക്സിലറി ഉത്തരമായിട്ട് എടുത്തെഴുതുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ ശരിയായിക്കോണം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈമറി ഓക്സിലറി അതിനെ മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ തിരിവിന്റെ പേര്, ക്ലാസിഫിക്കേഷന്റെ പേരാണ് ബി ഫോം ഓക്സിലറീസ്. ഏതൊക്കെ? ഈസ്, ആം, ആർ, വാസ്, വെയർ. ഇനി ബി ഫോം ഓക്സിലറി കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്താണെന്ന് പറഞ്ഞു? ING ആണെന്ന് പറഞ്ഞു. ബി ഫോം ഓക്സിലറി നമുക്ക് എത്രയായിട്ട് സബ് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു? എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെ? പ്രസന്റ് ബി ഫോം, അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് ബി ഫോം. അതിനകത്ത് തന്നെ പഠിക്കാം പ്രസന്റ് ഓക്സിലറി, പാസ്റ്റ് ഓക്സിലറി. അത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. പ്രസന്റ് ബി ഫോം ആയിട്ട് വരുന്ന ഓക്സിലറീസ് ഏതൊക്കെ? ഈസ്, ആം, ആർ. പാസ്റ്റ് ബി ഫോം ഏത്? വാസ്, വെയർ. ഇനി ഈ പ്രൈമറി ഓക്സിലറിയുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഹാവ് ഫാമിലി. ഏത് പറയണം കുട്ടികളെ? ഹാവ് ഫാമിലി. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഹാവ് ഫാമിലി. നോക്കിയേ, ഹാവ് ഫാമിലിയിൽ വരുന്ന ഓക്സിലറീസ് നമുക്ക് തന്നെ മനസ്സിലാവും. ഹാവ് വരുന്ന യൂസേജുകൾ ഏതൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ്. ഏതൊക്കെ കുട്ടികളെ? ഹാസ്, ഹാവ്, ഹാഡ്. ഇതിന് പറയുന്ന പേര് എന്തെന്ന് പറഞ്ഞാൽ ഹാവ് ഫാമിലി. ഹാവ് ഫോം എന്ന് പറഞ്ഞാലും മതി, ഹാവ് ഫാമിലി. ഇനി ഇവ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് പഠിക്കുക. ഇവ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും V3 ആയിരിക്കും. ഇവ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V3 ആയിരിക്കണം. ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V3 ആയിരിക്കണം. ഈ ഹാസ്, ഹാവ്, ഹാഡിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചതെന്ന് പറയണം. ഇവയ്ക്ക് പറയുന്ന പേര് ഹാവ് ഫാമിലി എന്ന് പറഞ്ഞു. ഇനി ഓർമ്മയിലിരിക്കണം, ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ്. ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഹാഡ് എന്ന് പറയുന്നത്. ഹാസ് ഹാവിന്റെ പാസ്റ്റ് ഫോം ആണ് ഹാഡ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ അടുത്ത പ്രൈമറി ഓക്സിലറിയുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡു ഫാമിലി. പ്രൈമറി ഓക്സിലറിയുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡു ഫാമിലി. ഏതൊക്കെയാണ് ഓക്സിലറീസ്? ഡു വരുന്ന ഓക്സിലറീസ് ഏതൊക്കെ? ഡു, ഡസ്, ഡിഡ്. ഏതൊക്കെ കുട്ടികളെ? ഡു, ഡസ്, ഡിഡ്. ഇവ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആയിരിക്കും. സത്യത്തിൽ അവിടെ V1 അല്ല വരുന്നത്, V0 ഫോം എന്നാണ് പറയുന്നത്. ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V0. കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? വെർബിന്റെ ബേസ് ഫോം, റൂട്ട് ഫോം എന്ത് ചെയ്യും? ഡു, ഡസ്, ഡിഡ് ചേരാത്ത വെർബിന്റെ V1 രൂപങ്ങളാണ് പറയുന്നത്. നമുക്ക് നമ്മൾ അന്ന് പറഞ്ഞു, കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വാക്കെന്ന് പറയുന്ന വെർബ് കണ്ടാ കുട്ടികളെ? വാക്കെന്ന് പറയുന്ന വെർബ് ഇത് ഏത് തരം വെർബാണ്? V1 ആണോ V2 ആണോ? ഇത് V1 ഫോം ആണ്, വാക്ക് ഇല്ലേ? ഇപ്പൊ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ കിട്ടും കുട്ടികളെ? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡു ആണ്. ഡു പ്ലസ് വാക്ക് എന്ന് കിട്ടും. ഡു പ്ലസ് വാക്ക് എന്ന് കിട്ടും. കണ്ടാ, ഇവിടെയും ഒരു വാക്ക് കിടക്കുന്നു, ഇവിടെയും ഒരു വാക്ക് കിടക്കുന്നു. ഈ വാക്കിന് പറയുന്ന പേര്, അതായത് ഡു, ഡസ്, ഡിഡ് ഒളിഞ്ഞ് ഉള്ള ചേർന്നിരിക്കുന്ന വാക്കിന് പറയുന്ന പേര് എന്തെന്ന് പറയുക? V1 ഫോം. ഇതാ ഇവിടെ കിട്ടിയ വെർബ് കണ്ടാ, ഡു, ഡസ് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന V1, അതിന് പറയുന്ന പേരാണ് V0. ഈ വെർബുകൾ സിംഗുലാറുമല്ല പ്ലൂറലുമല്ല. ഇതിന് പറയുന്ന പേര് V0 ഫോം എന്ന് പറയും. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. എന്തെന്ന് പറയും? ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് റൂട്ട് ഫോം എന്ന് പറയും. എന്തെന്ന് പറയും? റൂട്ട് ഫോം എന്ന് പറയും. ഓർമ്മയിലിരിക്കുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇതാണ് V0 ഫോം. നമുക്ക് ഗ്രാമറിൽ V0 ഫോം അങ്ങനെ എടുത്ത് ചോദിക്കുന്നില്ല. കാഴ്ചയിൽ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ V1 എന്ന് പഠിച്ചു വെച്ചാൽ മതി. കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്ത് നോക്കിയേ, നമുക്ക് വാക്സ് എന്ന് പറയുന്ന വെർബ് കണ്ടല്ലോ, വാക്സ് എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡസ് പ്ലസ് വാക്ക് എന്നാണ്. ഡസ് പ്ലസ് വാക്ക് എന്നാണ്. കണ്ടാ, ഇവിടെ ഡസ് കഴിഞ്ഞിട്ട് ഒരു വാക്ക് കിടക്കുന്നുണ്ടാ, ഇതിന് പറയുന്ന പേര് V0 ഫോം. ഇനി നോക്കിയേ, വാക്ഡ് എന്ന് പറയുന്ന V2 ഫോം. വാക്ഡ് എന്ന് പറയുന്ന V2 ഫോം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടുന്നു? ഡിഡ് പ്ലസ് വാക്ക്. ഡിഡ് കഴിഞ്ഞിട്ട് വാക്ക് വരുന്നു. അതിനകത്ത് പാസ്റ്റ് ഫോമാണ് ഡിഡ്, അതിന്റെ V0 ഫോം. ഇതിന് പറയുന്ന പേര് V0 ഫോം. ക്ലിയർ ആണല്ലോ? സത്യത്തിൽ ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞിട്ട് V0 ഫോം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി V1 ഓപ്ഷനിൽ നിന്ന് V1 അങ്ങ് എടുത്തെഴുതിയ. കാരണം V0 ഫോമും V1 ഒരുപോലെ ഉള്ളതുകൊണ്ട് V1 അങ്ങ് എടുത്തെഴുതിയാൽ മാത്രം മതി. പക്ഷെ V0 എന്താണെന്ന് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? ഈ V0 ഫോമിനോടൊപ്പമാണ് ING ചേരുമ്പോഴത്തേക്ക് വാക്കിംഗ് ആവുന്നത്. ഇതിനോടൊപ്പമാണ് എന്ത് ചെയ്യുന്നത്? V3 ഫോം ഒക്കെ നമ്മൾ ചേർത്ത് പറഞ്ഞു പോകുന്നത്.
അപ്പോൾ കിട്ടൂല. അപ്പോൾ ഓക്സിലറി വെർബുകൾ പറഞ്ഞു. എന്താണ് ഓക്സിലറി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബിന് നമുക്ക് എത്ര എടുത്തിരിക്കാന്ന് പറഞ്ഞൂടെ. ഓക്സിലറി വെർബ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി എത്ര എണ്ണം ഉണ്ട് എന്നോടൊപ്പം പറഞ്ഞു നോക്കിയാൽ കുട്ടികളെ. ഓക്സിലറി വെർബുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 ഓക്സിലറി വെർബുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ ഓക്സിലറീസ് ഒന്ന് പറഞ്ഞേ. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്. ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞിരിക്കണം. ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഔട്ട് ടു. ഇനി ഇവയെ എത്ര എടുത്തിരിക്കാം. 2 ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. എന്തൊക്കെ? പ്രൈമറി ഓക്സിലറി, സെക്കൻഡറി അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി. പ്രൈമറി ഓക്സിലറിയിൽ വരുന്ന ഓക്സിലറീസ് ഏതൊക്കെ? ഈസ് മുതൽ ഡിഡ് വരെ വരുന്ന ഓക്സിലറീസ് എല്ലാം പ്രൈമറി ഓക്സിലറീസ് ആണെന്ന് പറഞ്ഞു. ഇനി മൊഡാൽ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ? മൊഡാല് വില്ല് മുതൽ ഓട്ടു വരെ വരുന്ന ഓക്സിലറീസിന് നമ്മളെല്ലാം പറയുന്നത് മൊഡാൽ ഓക്സിലറി വെർബുകളാണെന്ന് പറഞ്ഞു. ഇനി മൊഡാൽ ഓക്സിലറി കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ. V1 ആണെന്ന് പറഞ്ഞു. മൊഡാൽ ഓക്സിലറി കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആണെന്ന് പറഞ്ഞു. ഇനി പ്രൈമറി ഓക്സിലറി എത്രയായിട്ട് സബ് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. 3 ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ പേര് പ്രൈമറി ബി ഫോം ഓക്സിലറീസ്. ബി ഫോം ഓക്സിലറി ആയിട്ട് വരുന്ന ഏതൊക്കെ? ഈസ്, ആം, ആർ, വാസ്, വേർ ആണെന്ന് പറഞ്ഞു. തുടർന്ന് വരുന്ന വെർബ് ഏതാണെന്ന് പറഞ്ഞു. ING. ഇവയെ 2 ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ബി ഫോമിനെ 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെ? പ്രസന്റ് ബി ഫോം, പാസ്റ്റ് ബി ഫോം. പ്രസന്റ് ബി ഫോം ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെ? ഈസ്, ആം, ആറ്. പാസ്റ്റ് ബി ഫോം ഏത്? വാസ്, വേർ. ഇപ്പൊ ഇവയുടെ പാസ്റ്റ് ഫോം ആണ് ഇതെന്ന് പറയുന്നത്. ഈസ്, ആമിന്റെ പാസ്റ്റ്, വാസ്, ആറിന്റെ പാസ്റ്റ്, വേർ. ഇനി ഹാസ്, ഹാവ്, ഹാഡിന് പറയുന്ന പേര് ഹാവ് ഫാമിലി. കഴിഞ്ഞു വരുന്ന വെർബ് V3 ആണെന്ന് പറഞ്ഞു. അടുത്ത ഡു, ഡസ്, ഡിഡിന് പറയുന്ന പേര് ഡു ഫാമിലി. കഴിഞ്ഞു വരുന്ന വെർബ് V1 ആണെന്ന് പറഞ്ഞു. എന്താണ് V0 എന്നും കൂടെ പറഞ്ഞു തന്നു. സത്യത്തിൽ V0 ആണ് വരേണ്ടത്. നമ്മളിപ്പോൾ V1 എഴുതിയിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. മൊഡാൽ ഓക്സിലറി വെർബുകൾ ഉണ്ടാ കുട്ടികളെ. മൊഡാൽ ഓക്സിലറി വെർബ് ഏത് മുതല്? വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ഓക്സിലറിക്ക് പറയുന്ന പേര് മൊഡാൽ ഓക്സിലറി. നോക്കിയോ, ഈ മൊഡാൽ ഓക്സിലറി 2 ഓക്സിലറി വെർബിനെ, മൊഡാൽ ഓക്സിലറി എത്ര എണ്ണത്തിന്? 2 ഓക്സിലറിയെ നമ്മൾ വെർബായിട്ട് കൂടി ഉപയോഗിക്കുന്നു. എന്തായിട്ട് ഉപയോഗിക്കാം? ഈ മൊഡാൽ ഓക്സിലറി എല്ലാം ഓക്സിലറി വെർബായിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ 2 എണ്ണത്തിന് മാത്രം എന്തായിട്ട് ഉപയോഗിക്കാം? മെയിൻ വെർബായിട്ട് കൂടി ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? നീഡും ഡെയറും. അതുകൊണ്ട് നീഡും ഡെയറിനും മാത്രമായിട്ട് ഒരു പേര് കൂടെ പറയും. അതിന് പറയുന്ന പേരാണ് സെമി മൊഡാൽ ഓക്സിലറി വെർബ്. എന്താന്ന് പറയും കുട്ടികളെ? സെമി മൊഡാൽ ഓക്സിലറി വെർബ്. എന്താന്ന് പറയാം? സെമി മൊഡാൽ ഓക്സിലറി വെർബ്. അപ്പൊ നീഡിനെയും ഡെയറിനെയും മാത്രം പറയുന്ന പേരാണ് സെമി മൊഡാൽ ഓക്സിലറി വെർബ്. എന്തുകൊണ്ടാണ്? നീഡും ഡെയറും മെയിൻ വെർബായിട്ട് കൂടി ഉപയോഗിക്കാം. ഐ നീഡ് എ കപ്പ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമാണ്, വേണം. എന്ത് ചെയ്യുന്നു? ഐ നീഡ് ടു ഗോ ടു സ്കൂള്. എന്ത് ചെയ്യുന്നു? നീഡ് കഴിഞ്ഞിട്ട് ഗോ എന്ന വെർബ് വന്നിരിക്കുന്നുണ്ട്. നീഡിനെ ഓക്സിലറി ആയിട്ട് എടുക്കുന്നു. മറ്റേതാണെങ്കിലാ ഐ നീഡ് എ കപ്പ് ഓഫ് ടീ. നീഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നീഡ് കഴിഞ്ഞിട്ട് അവിടെ വേറെ വെർബൊന്നുമില്ല. അതുകൊണ്ട് നീഡിനെ വെർബായിട്ട് എടുക്കും. നമ്മൾ ആ നീഡിനെ ഡെയറിന്റെ കാര്യം പിന്നീടും സംസാരിക്കും, പറയും. അപ്പൊ നീഡിനെയും ഡെയറിനെയും മാത്രം പറയുന്ന പേരേതാണ്? സെമി മൊഡാൽ ഓക്സിലറി വെർബ്. ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം ഇങ്ങനെയാണ് കിടക്കുന്നത് വെച്ചോ. താഴെ തന്നിരിക്കുന്നതിൽ സെമി മൊഡാൽ ഓക്സിലറി ഉത്തരമായിട്ട് എഴുതുക. അപ്പോൾ എല്ലാ മൊഡാൽ ഓക്സിലറി ആണെങ്കിൽ ഏത് നോക്കുക? നീഡ് അല്ലെങ്കിൽ ഡെയർ ഉണ്ടാന്ന് നോക്കുക. അതിന് മാത്രം പറയുന്ന പേര് സെമി മൊഡാൽ ഓക്സിലറി വെർബ്. അപ്പോൾ ഓക്സിലറിയും ഏതൊക്കെയാണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. അടുത്തതിലേക്ക് പോവാം. നോക്കിയേ, ഇനി ഓക്സിലറി വെർബുകളെ സിംഗുലാർ ഏത് പ്ലൂറൽ ഏതെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് സബ്ജക്റ്റിന്റെ സിംഗുലാർ രൂപങ്ങളും പ്ലൂറൽ രൂപങ്ങളും വെച്ചിട്ടാണ് ഉത്തരങ്ങൾ എപ്പോഴും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഓക്സിലറി അതുപോലെ തന്നെ ഉപയോഗിക്കണം. സിംഗുലാറും പ്ലൂറലും പഠിക്കണം. ഏതൊക്കെയാണ് സിംഗുലാർ, ഏതൊക്കെയാണ് പ്ലൂറൽ? ഓക്സിലറി വെർബില് സിംഗുലാർ ഓക്സിലറി ഏത്, പ്ലൂറൽ ഓക്സിലറി ഏത്? പഠിച്ചോ. സിംഗുലാർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈസ്. സിംഗുലാർ ഓക്സിലറി ആണ്. ഐ ആമിനോടൊപ്പം മാത്രം, ആം ഐയോടൊപ്പം മാത്രമേ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഓക്സിലറി എന്ന നിലയിൽ ഐ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ആം ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഐ ഈസ് സിംഗുലാർ ആണ്. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ മാത്രം ആം ഉപയോഗിക്കാം. ഈസ് ആമിന്റെ പ്ലൂറൽ ഫോം ആണ് എന്ന് പറയുന്ന കുട്ടികളെ ആർ എന്ന് പറയുന്നത്. ഈസ് ആമിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? ആർ. അതേ ടെൻസിൽ വരുന്ന പ്ലൂറൽ ഫോം ആണ് ആർ എന്ന് പറയുന്നത്.
അപ്പൊ ഈസ് ആം സിംഗുലാർ, അതിന്റെ പ്ലൂറല് ആറ്. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ആം ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ ഒരു സബ്ജക്റ്റിനോടൊപ്പം ആം നിലനിൽക്കാറ് ഇല്ല. ഇനി നോക്കിയേ, വാസ് സിംഗുലാർ ആണ്, അതിന്റെ പ്ലൂറൽ ഏതാണ് കുട്ടികളെ? വേറാണ് കേട്ടോ. വാസ് സിംഗുലാർ, അതിന്റെ പ്ലൂറല് വേറാണ്. ഇനി ഹാസ് സിംഗുലാർ ആണ്, അതിന്റെ പ്ലൂറൽ ഏതാണ്? ഹാവ് ആണ് കേട്ടോ. ഹാസ് സിംഗുലാർ ആണ്, പ്ലൂറല് ഹാവ് ആണ്. ഇനി ഹാഡ് സിംഗുലാറും ആണ്, പ്ലൂറലും ആണ്. കാരണം ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാഡ് സിംഗുലാർ ആയിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. ഹാഡിന് എന്തൊക്കെയായിട്ട് ഉപയോഗിക്കാം? സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. ഇനി ഡസ് സിംഗുലാർ ആണ്, അതിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? ഡു ആണ്. ഡസ് സിംഗുലാർ, അതിന്റെ പ്ലൂറൽ ഫോം ഏത്? ഡു ആണ്. ഇനി ഡിഡിന് നമുക്ക് എന്തൊക്കെയായിട്ട് ഉപയോഗിക്കാം? സിംഗുലാറുമായിട്ട് ഉപയോഗിക്കാം, പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. ഡിഡ് സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ, ഈസ് സിംഗുലാർ ആണ്, ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ മാത്രം ആം ഉപയോഗിക്കാം. പ്ലൂറൽ ഏതാണ് അതിന്റെ? ആറാണ്. ഇനി വാസ് സിംഗുലാർ, അതിന്റെ പ്ലൂറൽ ഏത്? വേറാണ്. ഹാസ് സിംഗുലാർ, പ്ലൂറൽ ഏത്? ഹാവ് ആണ്. ഇനി ഹാഡ് സിംഗുലാർ ആയിട്ടും പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഡസ് സിംഗുലാർ ആണ്, അതിന്റെ പ്ലൂറൽ ഏതാണ്? ഡു ആണ്. ഡിഡ് സിംഗുലാർ ആയിട്ടും പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഡസിന്റെയും ഡൂവിന്റെയും പാസ്റ്റ് ഫോമാണ് ഡിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിഡ് സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. ലാസ്റ്റ് വലിയ മുതൽ ഓട്ടിറ്റു വരെ വരുന്ന ഓക്സിലറീസ്, അതിന് പറയുന്ന പേരേതാണ് കുട്ടികളെ? ഏതാണ്? മൊഡാൽ ഓക്സിലറി വെർബ്, അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞല്ലേ, ഏതായിരുന്നു? സെക്കൻഡറി ഓക്സിലറി വെർബ് ഇല്ലേ? കഴിഞ്ഞിട്ട് വരുന്ന വെർബ് ഏതാണെന്ന് പറഞ്ഞു നോക്കിയേ, V1 ആണെന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ തന്നെ രണ്ട് ഓക്സിലറിക്ക് പ്രത്യേകിച്ച് ഒരു പേരും കൂടെ പറയുമെന്ന് പറഞ്ഞു. ഏതായിരുന്നു ആ രണ്ട് ഓക്സിലറി? ഏതൊക്കെ? നീഡും ഡെയറും ഇല്ലേ? നീഡിനും ഡെയറിനും മാത്രം പറയുന്ന പേര് ഏതാണെന്ന് പറഞ്ഞു നോക്കിയേ, സെമി മൊഡാൽ ഓക്സിലറി വെർബ്. ഓക്കെ, എന്തുകൊണ്ട് അവയെ സെമി മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ്? പറഞ്ഞു നോക്ക്. നീഡും ഡെയർ എന്തായിട്ട് കൂടെ ഉപയോഗിക്കാം? വെർബായിട്ട് കൂടെ ഉപയോഗിക്കാം. അതുകൊണ്ട് സെമി മൊഡാൽ ഓക്സിലറി വെർബ്. ഓക്കെ, നോക്കിയേ, നീ വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി എല്ലാം സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് വരും, വില്ലിന്റെ പ്ലൂറലാണോ വുഡ് എന്ന് പറയുന്നത്? അല്ല കുട്ടികളെ, വില്ലിന്റെ പാസ്റ്റ് ഫോം ആണ് വുഡ്, ഷാളിന്റെ പാസ്റ്റ് ആണ് ഷുഡ്, ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്, മേ എന്ന ഓക്സിലറിയുടെ പാസ്റ്റ് ആണ് മേ മൈറ്റ്. കിട്ടൂല? അപ്പൊ അതൊക്കെ ഓക്സിലറിയുടെ പാസ്റ്റ് ആണ്, ഫോമാണ് വരുന്നത്. അപ്പൊ വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി എല്ലാം സിംഗുലാറുമാണ്, പ്ലൂറലാണ്. വില്ല് സിംഗുലാറുമാണ്, പ്ലൂറലാണ്. വുഡ് സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. ഷാള് സിംഗുലാറുമാണ്, പ്ലൂറലാണ്. ഷുഡ് സിംഗുലാറുമാണ്, പ്ലൂറലാണ്. അങ്ങനെ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി എല്ലാം സിംഗുലാറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. അവയ്ക്ക് വേറെ പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ല. ക്ലിയർ ആണല്ലോ? സിംഗുലാർ ഓക്സിലറി ഏതൊക്കെ, പ്ലൂറൽ ഓക്സിലറി ഏതൊക്കെ? ക്ലിയർ ആണോ കുട്ടികളെ? അടുത്തതിലേക്ക് പോവാം. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രൈമറി ഓക്സിലറിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികളെ നോക്കിയേ, പ്രൈമറി ഓക്സിലറി വെർബിനെ നമ്മൾ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഏതിന്റെ മുന്നിലാണ്? വെർബുകൾക്ക് മുന്നിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് ഓക്സിലറി ആയിട്ട് വരുന്നത്. ഈ പ്രൈമറി ഓക്സിലറിയെ നമുക്ക് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് ഇല്ലാത്ത അവസരങ്ങളിൽ, തന്നിരിക്കുന്ന സെന്റൻസില് മെയിൻ വെർബ് ഇല്ലാത്ത അവസരങ്ങളിൽ പ്രൈമറി ഓക്സിലറി വെർബിനെ മാത്രം, പ്രൈമറി ഓക്സിലറി വെർബായിട്ടുള്ള ഏതൊക്കെയാണ്? ഈസ് മുതൽ ഡിഡ് വരെ വരുന്ന ഓക്സിലറി ഏതൊക്കെയാ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഈസ്, ആം, ആറ്, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. കണ്ടോ? ഇത്രയും ഓക്സിലറീസിനെ നമുക്ക് മെയിൻ വെർബ് വരാത്ത സാഹചര്യങ്ങളിൽ, ഒരു സെന്റൻസിനകത്ത് മെയിൻ വെർബ് വന്നിട്ടില്ല എങ്കിൽ ഇവ എന്തായിട്ട് കൂടെ എടുക്കാം? മെയിൻ വെർബായിട്ട് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ സാധാരണ മെയിൻ വെർബുകൾ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് V1 കാണും, V2 കാണും, V3 രൂപങ്ങൾ കാണും, V4 രൂപങ്ങൾ കാണും. ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ കാണും. SORES രൂപങ്ങളൊക്കെ കാണും അല്ലേ? അപ്പൊ V1, V2, V3 ഫോമുകളെല്ലാം കാണും അല്ലേ? വാക്ക് എന്ന് പറയുന്നത് വാക്ക്, പിന്നെ അതേപോലെ വാക്ഡ്, അതുപോലെ വാക്ഡ് V3, അതുപോലെ വാക്കിംഗ്, ഇങ്ങനെ രൂപമാറ്റങ്ങൾ പറയാം. അതുകൊണ്ട് തന്നെ ബി ഫോം ഓക്സിലറീസ് മെയിൻ വെർബായിട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇവയ്ക്ക് എന്തൊക്കെ രൂപങ്ങളുണ്ട്? V1 രൂപങ്ങളുണ്ട്, V2 രൂപങ്ങളുണ്ട്, V3 ഉണ്ട്, V4 എന്ന് പറഞ്ഞാൽ ING രൂപം എന്നാണ് അർത്ഥം കേട്ടോ കുട്ടികളെ. V4 രൂപം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയുക? ING രൂപം, വെർബിന്റെ ING രൂപം.
ഓക്കെ, ഈ ING രൂപത്തിന് പറയുന്ന മറ്റൊരു പേരുണ്ട് കുട്ടികളെ. അതിന് പറയുന്ന പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിള്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും കേട്ടോ. പാർട്ടിസിപ്പിള്, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും കൂടെ പറയാം. ING രൂപത്തിന് പറയുന്ന മറ്റൊരു പേര് ഏതാണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് എന്ന് പറഞ്ഞ ING രൂപങ്ങളാണ് ഇല്ലേ. ജെറണ്ട്, അപ്പൊ ആരുടെയെങ്കിലും ഒക്കെ മനസ്സിൽ വരും ജെറണ്ട് അല്ലേ, INGക്ക് ജെറണ്ട് എന്ന് പറയാറില്ലേ? ജെറണ്ടും പറയാറുണ്ട്, പക്ഷെ അത് INGയിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ നൗൺ ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ജെറണ്ട് എന്ന് പറയുള്ളൂ. നമ്മൾ ജെറണ്ടിന്റെ ടോപ്പിക്ക് പറയുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. INGയിൽ ഉപയോഗിക്കുന്ന വാക്കിന് എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് വെർബായിട്ട് ഉപയോഗിക്കുന്നു ഇല്ലേ. അപ്പൊ ING രൂപങ്ങൾക്ക് പറയുന്ന രണ്ട് പേര് ഏതൊക്കെ? V4 രൂപങ്ങളെന്നും പറയാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ. പഠിച്ചു നോക്കിയാ, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും കൂടെ പറയാം. നോക്കിയേ കുട്ടികളെ, ഇവിടെ നോക്കിയാണ് ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. കണ്ട, ഈസ് അവിടെ ഓക്സിലറി ആണ്. ഏത് ഓക്സിലറി ആണ് പറഞ്ഞു നോക്കിയേ? പ്രൈമറി ഓക്സിലറി. പ്രൈമറിയിൽ ഏതാണ് കുട്ടികളെ? ബി ഫോം ഓക്സിലറി ആണ്. ബി ഫോമിൽ ഏതാണ്? ഇങ്ങനെ എല്ലാം പറയണം നിങ്ങൾ, ഇനി എനിക്ക് പറഞ്ഞു തരണം. ബി ഫോമിൽ ഏത് ഓക്സിലറി? പ്രസന്റ് ബി ഫോം ആണ്. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടന്ന വാക്ക് ഏതാണ്? റൈറ്റിംഗ്. അതൊരു മെയിൻ വെർബ് അല്ലേ കുട്ടികളെ? നോക്കുക, ഓക്സിലറി കഴിഞ്ഞിട്ട് വെർബ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓക്സിലറി ഉള്ള സെന്റൻസ് ആണെന്ന് പറയാം. ഈസ് നമുക്ക് ഓക്സിലറി ഉള്ളതാണെന്ന് പറയാം, അല്ലെങ്കിൽ ഓക്സിലറി ആയിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. പ്രൈമറി ഓക്സിലറി ആയിട്ട് ഈസിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു? ഓക്സിലറി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമതൊരു ചോദ്യം നോക്കിയേ, ഹി ഈസ് ഫൈൻ. ഹി ഈസ് ഫൈൻ. ഹി സബ്ജക്റ്റ്, ഈസ് അവിടെ ഓക്സിലറി ആയിട്ട് തന്നെ ഇപ്പൊ ഇരിക്കട്ടെ. ഫൈൻ എന്ന് പറഞ്ഞത് സുഖമാണ് എന്ന് പറഞ്ഞത് അതൊരു വെർബാണോ? ഇല്ല. അപ്പൊ നോക്ക്, ഇവിടെ ഈസ് കഴിഞ്ഞിട്ട് എന്ത്? വെർബ് വന്നിട്ടില്ല. INGയിലുള്ള ഒരു വെർബും വന്നിട്ടില്ല. അവിടെ സത്യത്തില് വെർബില്ല. വെർബ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈസിനെ അവിടെ എന്തായിട്ട് എടുക്കാം? മെയിൻ വെർബായിട്ട് കൺസിഡർ ചെയ്യാം. മെയിൻ വെർബായിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണോ കുട്ടികളെ? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. പ്രൈമറി ഓക്സിലറി വെർബിനെ മെയിൻ വെർബായിട്ട് കൂടെ എടുക്കാറ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് V1 രൂപങ്ങളും V2 രൂപങ്ങളും V3 രൂപങ്ങളും V4 രൂപങ്ങൾ, V4 എന്ന് പറഞ്ഞാൽ ING രൂപങ്ങളും ഉണ്ടായിരിക്കും. ഇനി ഈ ഓക്സിലറി, പ്രൈമറി ഓക്സിലറി കഴിഞ്ഞിട്ട് ഒരു വെർബ് ഇല്ല എങ്കിൽ ഇവയെ നമുക്ക് എന്തായിട്ട് എടുക്കാം? മെയിൻ വെർബായിട്ട് എടുക്കാം. ശ്രദ്ധിച്ചേ. ഇനി ഇവയുടെ രൂപമാറ്റങ്ങൾ V1, V2, V3 എങ്ങനെയൊക്കെ പറയാന്ന് നോക്ക് കുട്ടികളെ. V1 ഈസ് ആറ് V1 രൂപം പ്രസന്റ് ഫോം ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് V1 രൂപം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ അതിന്റെ പാസ്റ്റ് V2 ഫോം എന്ന് പറഞ്ഞാൽ വാസ് വേറാണ്. വാസ് ഈസ് ആമിന്റെ പാസ്റ്റ്, വാസ് ആറിന്റെ പാസ്റ്റ് വേറ്. ഇവിടെ എല്ലാം V3 രൂപ ഏതെന്ന് ചോദിച്ചാൽ ബീനാണ്. V3 രൂപ ഏതാണ്? ബീനാണ്. ഇവയുടെ ING രൂപ ഏതെന്ന് ചോദിച്ചാൽ ബീയിങ് ആണ്. ഇപ്പൊ ബി ഫോമിന്റെ ING രൂപം ബീയിങ്, ബി ഫോം ഓക്സിലറുടെ V3 രൂപം ബീനാണ്. ഈസ് ആമ് ആറ് V1 രൂപം വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കുട്ടികളെ. ഇനി വാസ് വേറ് V2 രൂപം, അതിന്റെ V3 രൂപ ഏത്? ബീന്, അതിന്റെ ING രൂപം ബീയിങ്. ക്ലിയർ ആണല്ലോ വെർബായിട്ട് ഉപയോഗിച്ചപ്പം. ഇനി അടുത്ത് നോക്കിയേ, ഡു. അടുത്തതാണ് പ്രൈമറി ഓക്സിലറി ഡു ഡസ്. ഡു ഡസ് അതിന്റെ V1 രൂപം. ഇനി ഇവിടെ ഡു എന്ന് പറയുന്ന പ്ലൂറലാണ്, ഡസ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. ഇവിടെ ഈസ് സിംഗുലാർ, ആം ഐ വന്നാൽ മാത്രം, പിന്നെ ആർ എന്ന് പറയുന്നത് പ്ലൂറൽ വെർബായിട്ട് ഉപയോഗിക്കാം. വെർബിന്റെ കാര്യത്തിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. വാസ് സിംഗുലാർ, വേറെ പ്ലൂറലാണ്. V3 ഫോമിലെ വെർബുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാറ് ഇല്ല. ഇനി അടുത്തത് ഡു പ്ലൂറലാണ്, ഡസ് സിംഗുലാർ ആണ്. അതിന്റെ രണ്ടിന് പാസ്റ്റ് ഫോം ഏതാണ്ട്? V2 ഫോം ഡിഡ് ആണ്. ഇനി ഡൺ എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നു? അതിന്റെ V3 രൂപം ആണ്. ഡൺ എന്ന് പറയുന്നത് അതിന്റെ V3 രൂപം. ഡൂയിങ് എന്ന് പറയുന്നത് എന്തായിട്ട് ഉപയോഗിക്കുന്നു? അതിന്റെ ING രൂപം വെർബായിട്ട് ഉപയോഗിക്കും. ING രൂപമായിട്ട് ഉപയോഗിക്കാം. ഇനി നോക്കിയേ, ഹാസ് ഹാവ്. ഹാസ് ഹാവ് വെർബായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് രൂപം V2 രൂപം ഹാഡ് ആണ്. ഇനി ഹാഡ് തന്നെയാണ് അതിന്റെ V3 രൂപം. ഹാവിങ് എന്ന് പറയുന്നത് അത് ING രൂപം, അതിന്റെ ING രൂപം വെർബായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്. ക്ലിയർ ആണോ? അപ്പം നമ്മൾ പറഞ്ഞ സാധനം പ്രൈമറി ഓക്സിലറിയെ നമുക്ക് എന്തായിട്ട് കൂടി ഉപയോഗിക്കാം? വെർബുകളായി കൂടി ഉപയോഗിക്കാം. എന്തില്ലാത്ത സമയത്ത്? മെയിൻ വെർബ് സെന്റൻസിൽ വരാത്ത സമയത്ത് ഇവയെ വെർബായിട്ട് ഉപയോഗിക്കാം. വെർബായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് എന്ത് രൂപങ്ങളുണ്ട്? V1, V2, V3, ING രൂപങ്ങൾ ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കിയത്. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ബുദ്ധിമുട്ടില്ല? ഓക്കെ, അടുത്ത് നോക്കിയേ. അതുമായി ബന്ധപ്പെട്ട പ്രൈമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ഇനി പ്രൈമറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്സിലറി നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളാണ്. ഇപ്പോൾ ചോദ്യങ്ങൾ നോക്കുമ്പോൾ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുക, എന്നിട്ട് വേണം അതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ. ശ്രദ്ധിച്ചിരുന്നോ? ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ്. കണ്ടല്ലേ, ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ടേക്ക് ഉണ്ട്, ടേക്സ് ഉണ്ട്, ടുക്ക് ഉണ്ട്, വിൽ ടേക്ക് ഉണ്ട്. കുട്ടികളെ നോക്കിയേ, ക്യാൻ എന്ന ഓക്സിലറി വെർബ് കണ്ടല്ലേ, ക്യാൻ എന്ന ഓക്സിലറി ഏത് ഓക്സിലറി ആണ് കുട്ടികളെ? മൊഡാൽ ഓക്സിലറി വെർബാണ്. മൊഡാൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തായിരിക്കണം? V1 ആയിരിക്കണം. പഠിച്ചില്ലേ? V1 ആയിരിക്കണം. നമുക്ക് ടേക്ക് V1 ആണ്, ടേക്സ് സിംഗുലാർ ഫോം ആണ്, എസിൽ അവസാനിക്കുന്നത്. ടുക്ക് V2 ആണ്, വിൽ ടേക്ക് ഫ്യൂച്ചർ ആണ്. നമുക്ക് ഏത് ഉത്തരം വരണം? ടേക്ക് അവിടെ ഉത്തരമായിട്ട് വരും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, ഡാഷ് ഗേൾസ് ലൈക്ക് ഹോക്കി. ഡാഷ് ഗേൾസ് ലൈക്ക് ഹോക്കി. കണ്ടല്ല, ഇവിടെ ഗേൾസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് കിടക്കുന്നത്, പ്ലൂറലാണ്. ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ അല്ലെങ്കിൽ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന സെന്റൻസുകളൊക്കെ ഇന്ററോഗേറ്റീവ് ആണ്. ഓക്സിലറി ആയിരിക്കും ഓപ്ഷനിൽ വരുന്നത്. ഡസ് ഓപ്ഷനിലുണ്ട്, വെയർ ഉണ്ട്, അതുപോലെ ആർ ഉണ്ട്, അതുപോലെ ഡു ഉണ്ട്. നോക്കിയേ, ഇവിടെ ഗേൾസ് എന്ന് പറയുന്ന പ്ലൂറൽ അല്ലേ, അതുകൊണ്ട് ഏത് ഉത്തരം വരണം? പ്ലൂറൽ ആയിരിക്കണം വരുന്നത്. ഇപ്പൊ നോക്ക്, ഡസ് സിംഗുലാർ ആണ്, വെട്ടിക്കളയാം. അതുപോലെ ബാക്കിയെല്ലാം പ്ലൂറലാണ്. വെയർ പ്ലൂറലാണ്, ആറ് പ്ലൂറലാണ്, ഡു പ്ലൂറലാണ്. ഇനി നമ്മൾ ഇതിൽ ഏതെന്ന് എങ്ങനെ തീരുമാനിക്കാം? വെർബ് ഒന്ന് നോക്കാം. ഇവിടുത്തെ വെർബ് ഏതാണ് കുട്ടികളെ? ലൈക്ക്. കണ്ട, ലൈക്ക് എന്നാണ് കിടക്കുന്നത്. ലൈക്ക് എന്ന് പറഞ്ഞ V1 അല്ലേ. ഈ വെയർ എന്ന് പറയുന്ന ഓക്സിലറി കഴിഞ്ഞാൽ ING വരുള്ളൂ. ഇനി ആർ എന്ന് പറയുന്ന ഓക്സിലറി കഴിഞ്ഞാലും ING വരും. ഡു കഴിഞ്ഞ V1 വരാം. കണ്ടിട്ടില്ലേ? ഡു ഡസ് ഡിഡ് പ്ലസ് V1 പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവിടെ ഉത്തരം ഡു ആണ്. ഡു ദ ഗേൾസ് ലൈക്ക് ഹോക്കി. ഇങ്ങനെ നമ്മൾ നോക്കണം. വെർബ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. അടുത്ത ചോദ്യം നോക്കിയേ. The boy dash want to drink milk indeed. The boy want to drink milk indeed. കണ്ടല്ല, ഓപ്ഷനിലായിട്ട് ഈസിൻ്റെ ഉണ്ട്, വാസിൻ്റെ ഉണ്ട്, ഡസിൻ്റെ ഉണ്ട്, ഹാസിൻ്റെ ഉണ്ട്. നോക്കിയേ കുട്ടികളെ, ദ ബോയ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. ഇനി വാണ്ട് എന്ന് പറയുന്നത് വെർബായിട്ട് ഉപയോഗിക്കുന്നു, V1 ഫോം ആണ്. ഇവിടെ നോക്ക്, നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ട് വരും, ടു ഡ്രിങ്ക് എന്ന് പറയുന്നത് വെർബ് അല്ലേ എന്ന്. ഈ ടു ഡ്രിങ്ക് കണ്ടപ്പോഴേ, ടു ഒരു വെർബിന്റെ മുന്നിൽ ടു ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഇൻഫിനിറ്റീവ്. അതിന് പറയുന്ന പേര് ഏതാണ്? ഇൻഫിനിറ്റീവ് ഫോം എന്നാണ് പറയുന്നത് കേട്ടോ. വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോം. എന്താണ് ഇൻഫിനിറ്റീവ് ഫോം? വെർബിന്റെ V1 മുന്നിൽ ടു ചേർത്ത് പറഞ്ഞാൽ, വെർബിന്റെ ബേസ് രൂപത്തിന് മുന്നിൽ ടു ചേർത്ത് പറയുന്ന രൂപങ്ങൾക്ക് പറയുന്ന പേര് ഇൻഫിനിറ്റീവ് ഫോമുകൾ എന്ന് പറയും. ടു ഡാൻസ്, ടു സിങ്, ടു ഗോ, അല്ലെങ്കിൽ ടു വർക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന പേര് ഇൻഫിനിറ്റീവ് ഫോം. അതൊരു ഇൻഫിനിറ്റീവ് രൂപമാണ്. നമുക്ക് വെർബ് ഏതാണ്? വാണ്ടാണ് കിടക്കുന്നത്. വാണ്ട് V1 ആണ്. നമുക്ക് ഈസിന്റെ പറയോ, ഈസ് കഴിഞ്ഞാൽ ING ആണ് വരേണ്ടത്, അപ്പൊ അത് വരില്ല. ഇനി നോക്ക്, ദ ബോയ് സിംഗുലാർ ആയതുകൊണ്ട് ഇനി വാസിന്റെ വരില്ല, കാരണം ING അവിടെ ഉത്തരം വരണം. ഡസിന്റെ വരാം, ഡസിന്റെ വരാം, കാരണം ദ ബോയ് സിംഗുലാർ ആണ്, ഡസ് സിംഗുലാർ ആണ്, ഉത്തരം വരാം. ഹാസിന്റെ വരില്ല, ഹാസിന്റെ കഴിഞ്ഞാൽ V3 വരണം. വെർബ് V3 ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഉത്തരം തരും ഡസിന്റെ. ദ ബോയ് ഡസിന്റ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക് ഇൻഡീഡ്. ക്ലിയർ ആണോ? ഇതേപോലെ ഓപ്ഷൻസ് മാറ്റി നമുക്ക് ഉത്തരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന്, ചെറിയൊരു ശ്രദ്ധ മാത്രം മതി. അവിടെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല, പറയണത് വലുതൊന്നും അല്ല, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോവാം. നോക്കിയേ, ഡാഷ് ദേ ഗോ ടു US ലാസ്റ്റ് മന്ത്. ഡാഷ് ദേ ഗോ ടു US ലാസ്റ്റ് മന്ത്. ഓപ്ഷൻ ഏതൊക്കെ കിടപ്പുണ്ട്? ഹാവ് ഓപ്ഷനിലുണ്ട്, ഡു ഓപ്ഷനിലുണ്ട്, ഹാസ് ഓപ്ഷനിലുണ്ട്, ഡിഡ് ഓപ്ഷനിലുണ്ട്. നോക്കിയേ കുട്ടികളെ, ഇവിടെ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റിനനുസരിച്ചാണ് ഓക്സിലറി എഴുതേണ്ടത്. നമുക്ക് ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. യെസ് ഓർ നോ ടൈപ്പ് ചോദ്യങ്ങൾ ആയിരിക്കും. നോക്കിയാണ്, അവിടെ ദേ പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഏത് പ്ലൂറൽ ഉത്തരവാണ് വരേണ്ടത്? ഹാവ് പ്ലൂറലാണ്, ഉത്തരം വരാം. ഡു പ്ലൂറലാണ്, ഉത്തരം വരാം. ഹാസ് സിംഗുലാർ ആണ്, വരില്ല. ഡിഡ് പ്ലൂറലായിട്ടും സിംഗുലാറായിട്ട് ഉപയോഗിക്കുന്നു, ഉത്തരം വരാം. ഇനി ഇതിൽ ഏതാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആകെ വെട്ടിക്കളയാൻ പറ്റിയത് ഹാസ് മാത്രം. ഇനി നോക്കിയേ, ഇനി നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ആ സെന്റൻസ് പഠിച്ചവരാണ്, നമ്മൾ ടെൻസ് പഠിച്ചവരാണ്. ഈ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതായിരിക്കും കുട്ടികളെ? ലാസ്റ്റ് വരുന്ന ടെൻസ് ഏതാണെന്ന് പറഞ്ഞു? ലാസ്റ്റ് അലി 2023 പ്ലസ് V2. അലി 2023 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് എഗോ, എല്ല്
ലാസ്റ്റ് വൈ യെസ്റ്റർഡേ. കണ്ട 2023 കഴിഞ്ഞുപോയ വർഷം. അപ്പൊ നോക്ക് അവിടെ ഏത് വരാം? V2 ഉത്തരം വരാം. അതായത് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ് V1 ആണ് V2 എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് V1 ആണ് എന്തെന്ന് പറയുന്നത്? V2 എന്ന് പറയുന്നത്. ഡിഡ് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. നോക്ക് ഡിഡ് ഉത്തരമായിട്ട് വരുന്നു, ബാക്കിയൊന്നും വരില്ല. മനസ്സിലായ കുട്ടികളെ? മനസ്സിലായ? അടുത്തതിലേക്ക് പോവാം. അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം. മഞ്ജു ഡാഷ് ചൈനീസ് വുഡ് ബട്ട് മനു ഡാഷ്. നോക്കിയേ, മഞ്ജു സിംഗുലാർ ആണ്, മനു സിംഗുലാർ ആണ്. ഓപ്ഷനിൽ ഹാവിൻ്റെ ഈറ്റൺ, പിന്നെ അതുപോലെ ഹാസിൻ്റെ ഓപ്ഷനിലുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഹാസ് എയ്റ്റ്, ഹാസിൻ്റെ ഓപ്ഷനിലുണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഹാവ് എയ്റ്റ്, അതേപോലെ ഹാസിൻ്റെ ഓപ്ഷനിലുണ്ട്. നാലാമത്തത് ഹാസ് ഈറ്റൺ, ഹാസിൻ്റെ ഓപ്ഷനിലുണ്ട്. നോക്കൂ കുട്ടികളെ, മഞ്ജു സിംഗുലാർ ആണ്. തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. അതുകൊണ്ട് നോക്ക്, ആദ്യത്തിൽ ഹാവ് വരുന്നു, ഓപ്ഷൻ വെട്ടി വേണ്ട, ഹാവ് പ്ലൂറലാണ്. ഹാസ് വരുന്നു, ഉത്തരം ശരിയാവാം. ഇനി എയ്റ്റ് എന്ന് പറയുന്നത് V2 ആണ്. നമുക്ക് വരേണ്ടത് ഹാസ് ഹാവ് ഹാഡ് കഴിഞ്ഞാൽ എന്ത് പറയണം? ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് കഴിഞ്ഞാൽ എന്ത് പറയണം കുട്ടികളെ? V3 ആയിരിക്കണം. അതുകൊണ്ട് അതും വരില്ല. അവിടെ ഹാസ് സിംഗുലാർ ആണ്, പക്ഷെ വെർബ് തെറ്റിപ്പോയി. ഹാവ് അടുത്തത് വരില്ല, ഹാവ് പ്ലൂറലാണ്. അടുത്ത് നോക്കിയേ, ഹാസ് സിംഗുലാർ ആണ്, ഈറ്റൺ എന്ന് പറയുന്നത് V3 ആണ്, വരാം. കറക്റ്റായി. അപ്പം മഞ്ജുവിനനുസരിച്ച് അത് വരാം. ഇനി അടുത്ത ഹാസിൻ്റെ എന്ന് പറയുന്നത് മഞ്ജു സിംഗുലാർ ആണ്, എന്ത് ചെയ്യുന്നൂടെ? അതുകൊണ്ട് ഹാസിൻ്റെ ഉത്തരം വരാം. അതുകൊണ്ട് ഉത്തരം D നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, അഞ്ജു ആൻഡ് മഞ്ജു ആർ ഡാഷ് ഉള്ളി സാലഡ്. സാലഡ്സ്, സാലഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സലാഡ്, നമ്മൾ പറയുന്ന സലാഡ്, അങ്ങനെയാണ് സാലഡ്സ് എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടോ. ബിക്കോസ് വെജിറ്റേറിയൻസ് ഡോണ്ട് ഡാഷ് മീറ്റ്. ബിക്കോസ് വെജിറ്റേറിയൻസ് ഡോണ്ട് ഡാഷ് മീറ്റ്. നോക്കിയേ, ഈറ്റ് ഓപ്ഷനിലുണ്ട്, ഈറ്റ് എയ്റ്റ് ഓപ്ഷനിലുണ്ട്. രണ്ടാമത്തേതാണെങ്കിലാ ഈറ്റിങ് ഈറ്റിങ് ഓപ്ഷനിലുണ്ട്. മൂന്നാമത്തെ ആണെങ്കിലാ എയ്റ്റ് ഈറ്റിങ് ഓപ്ഷനിലുണ്ട്, സോറി ഈറ്റ് ഈറ്റിങ് ഓപ്ഷനിലുണ്ട്. അടുത്തത് ഈറ്റിങ്, അതുപോലെ ഏതുകൊണ്ട് ഈറ്റിങ്, അതുപോലെ ഈറ്റ് ഓപ്ഷനിലുണ്ട്. നോക്കിയേ, ഇതിൽ മഞ്ജു കണ്ടല്ലേ, ഇവിടെ നമുക്ക് ഓക്സിലറി ആയിട്ട് 6 കിടക്കുന്നു. ഈസ് ആമ് 6 കഴിഞ്ഞാൽ ഉത്തരം ഏത് പറഞ്ഞു കുട്ടികളെ? ING ആയിരിക്കണം വരുന്നത്. നമുക്ക് ആദ്യം ING കിടക്കുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? അതുകൊണ്ട് ഇതും വരില്ല, ഏത് വരില്ല? C ഓപ്ഷനും വരില്ല, കാരണം ആദ്യം ING വരണം. അപ്പോൾ അതാ B ഓപ്ഷനും വരാം, അടുത്തത് D ഓപ്ഷനും വരാം. ഇനി അടുത്തതും കൂടെ നോക്കിയാണ്, ഡോണ്ട് ഡു കഴിഞ്ഞിട്ട് ഏത് ഉത്തരം വരണം? വെർബ് V1 ആയിരിക്കണം വരുന്നത്. V1 അല്ലെങ്കിൽ V0 ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. V1 ആണ് വരുന്നത്. നോക്ക്, ഇവിടെ രണ്ടാമത്തേല് ഇവിടെ ING ആണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് വരില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഈറ്റിങ് ഈറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. സാലഡ് കണ്ടാ കുട്ടികളെ, സാലഡ് അത് വെച്ചിട്ട് ഒരു ഇടിയം പറഞ്ഞു കേട്ടാ. സാലഡ് വെച്ചിട്ട് ഇടിയം പറഞ്ഞു കേട്ടാ. സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? നിങ്ങളൊക്കെ സാലഡ് ലൈഫ് കഴിഞ്ഞോ? സാലഡ് ലൈഫ്, സലാഡ് ലൈഫ്, സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അതൊരു ഇടിയമാണ് കേട്ടോ. എന്താണ് ഇടിയോ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് കൺവേ എ ഡിഫറെന്റ് മീനിങ് ഈസ് നോൺ എസ് ഇഡിയംസ് എന്നാണ് കേട്ടോ. ഒരു കൂട്ടം വാക്കുകൾ വ്യത്യസ്തമായ അർത്ഥം നൽകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ഇഡിയംസ്, ശൈലികൾ. ഓക്കെ, എന്താണ് കുട്ടികളെ സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ? യൂത്ത് ലൈഫ് എന്നാണ് കേട്ടോ. സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ യൂത്ത് ലൈഫ്, യൗവന കാലഘട്ടം എന്നാണ് കേട്ടോ സാലഡ് ലൈഫ്. വി ആർ ഗോയിങ് അല്ലെങ്കിൽ വി ആർ ലീഡിങ് എ സാലഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാലഡ് ലൈഫ് ലീഡ് ചെയ്യുന്നു അല്ലേ? സാലഡ് ലൈഫ് യൂത്ത് ലൈഫ് എന്നാണ് കേട്ടോ. യൂത്ത് ലൈഫ് പറയുമല്ല, മറക്കൂലല്ല, അതൊരു ഇടിയാണ് കേട്ടോ സാലഡ് ലൈഫ്. ആ വാക്ക് കണ്ടപ്പം പറഞ്ഞതാണ്, ഓർമ്മയിലിരിക്കുക. സാലഡ് ലൈഫ് ഇനി പറയണം കേട്ടോ. സാലഡ് ലൈഫിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ യൂത്ത് ലൈഫ്. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം. There was no means of conveyance there, so we dash walk. കണ്ടല്ല, ഇവിടെ വാസ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്, പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, ഓർമ്മയിലിരിക്കുക. ഓപ്ഷനിലായിട്ട് മസ്റ്റ് ഉണ്ട്, വില്ലുണ്ട്, ഹാഡ് ടു ഉണ്ട്, മേ ഉണ്ട്. നോക്കിയാണ് കുട്ടികളെ, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് വാസാണ്. വാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? പാസ്റ്റ് ഫോം ആണ്. അതുകൊണ്ട് അതിൻ്റെ മറുഭാഗത്ത് എന്ത് വരണം? പാസ്റ്റ് ഉത്തരമായിട്ട് വരണം. നമുക്ക് ഓപ്ഷനിൽ അല്ലെങ്കിൽ സോ വി ഡാഷ് വാക്ക് എന്നാണ് കിടക്കുന്ന ബാലൻസ് ഭാഗം. അതുകൊണ്ട് അവിടെ പാസ്റ്റ് ഫോമാണ് ഉത്തരം മാറ്റി വരുന്നത്. വിൽ എന്ന് പറയുന്ന പ്രസന്റ് ഫോമാണ്. എന്ത് ചെയ്യും? മസ്റ്റ് വരില്ല, അതുപോലെ മേ വരില്ല. ഹാഡ് ടു എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. ഹാഡ് ടു പാസ്റ്റ് ആണ്. എന്തിന്റെ പാസ്റ്റ് ആണ് കുട്ടികളെ? മേ മൈറ്റ് മസ്റ്റിന്റെ പാസ്റ്റ് ഫോമാണ്. മസ്റ്റിന്റെ പാസ്റ്റ് ഫോമാണ് ഹാഡ് ടു. മസ്റ്റിന്റെ പാസ്റ്റ് ഫോമാണ്
ഹാഡ് ടു. ഹാഡ് ടു കഴിഞ്ഞാൽ എപ്പോഴും V1 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹാഡ് ടു കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. അതുകൊണ്ട് വി ഹാഡ് ടു വാക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹാഡ് ടു ഓർമ്മയിലിരിക്കുക. നമ്മൾ ഓർമ്മയിലിരിക്കുക ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് കഴിഞ്ഞാൽ വരുന്ന വെർബ് V3. ഇനി ഇങ്ങനെയാണെങ്കിലാ ഹാസ് ടു, അതുപോലെ ഹാവ് ടു, അതുപോലെ ഹാഡ് ടു കഴിഞ്ഞാൽ വരുന്ന വെർബ് എന്താണെന്ന് ചോദിച്ചാൽ V1. ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആയിരിക്കണം. എന്നാൽ അടുത്തതാണെങ്കിലാ ഹാസ് ബീൻ, ഓർമ്മയിലിരിക്കുക ഹാസ് ബീൻ, അതുപോലെ ഹാവ് ബീൻ, അതുപോലെ ഹാഡ് ബീൻ. ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് ING ആയിരിക്കണം. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തായിരിക്കണം കുട്ടികളെ? ING ആയിരിക്കണം. അതുപോലെ ഒരു കാര്യം കൂടെ ഓർമ്മയിലിരിക്കുക ഹാസ് ബീൻ, ഹാസ് ബീന്, അതുപോലെ ഹാവ് ബീന്, ഹാസ് ബീന്, ഹാവ് ബീന്, അതുപോലെ ഹാഡ് ബീന്, ഹാഡ് ബീൻ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തും കൂടെ ഉപയോഗിക്കാം? V3 കൂടെ ഉപയോഗിക്കാം. എപ്പോഴാണ്? അതൊരു പാസീവ് ഫോമിനെ സൂചിപ്പിച്ചാൽ. പാസീവ് ഫോം എങ്ങനെ മനസ്സിലാക്കാം? ഒരു ബൈ വരുന്ന യൂസേജ് സെന്റൻസിന്റെ അവസാനം വന്ന ബൈ പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരുന്ന യൂസേജ് സെന്റൻസിന്റെ അവസാനം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ കഴിഞ്ഞിട്ട് V3 ഉത്തരമായിട്ട് ഉപയോഗിക്കാം. V3 ഉത്തരമായിട്ട് ഉപയോഗിക്കാം. ഓർമ്മയിലിരിക്കുക എത്രയും ഹാസും ഹാവും ഹാഡും വരുന്ന സാധനങ്ങൾ ഓർമ്മയിലിരിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ആദ്യം പറഞ്ഞത് ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞിട്ട് വെർബ് V3 ആണ് വരുന്നത്. എന്നാൽ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു കഴിഞ്ഞാൽ വെർബ് V1 ആയിരിക്കണം. ഇനി ഹാസ് ബീന്, ഹാവ് ബീൻ, ഹാഡ് ബീൻ കഴിഞ്ഞാൽ വെർബ് ടെൻസ് പരമായിട്ട് ING ആണ് വരേണ്ടത്. എന്നാൽ നമ്മൾ പാസീവ് വോയിസിന്റെ കാര്യത്തിലൊക്കെ പറയുമ്പോഴത്തേക്കും പാസീവ് വോയിസ് സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാം കുട്ടികളെ? ഇങ്ങനെ നോക്കിയേ, സെന്റൻസിന്റെ അവസാന ഭാഗത്ത് എന്ത് വരണം? ബൈ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടോ നോക്കാം. എങ്കിൽ ആ സെന്റൻസ് പാസീവ് വോയിസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ കഴിഞ്ഞിട്ട് V3. പാസീവ് വോയിസിൽ എപ്പോഴും വെർബ് V3 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാസീവ് വോയിസ് വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ നോക്കിയാൽ മതി, ഇത്രയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് ഈസ്, ആം, ആറ്, വാസ്, വേർ ഏതൊക്കെ ഓക്സിലറീസ് ഒന്ന് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ? എന്നോട് പറ. ഈസ്, ആം, ആറ്, വാസ്, വേർ വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പം ബീയിങ് ഓപ്ഷനിൽ ഉണ്ടാന്ന് നോക്കുക. എന്തോ ഉണ്ടാന്ന് നോക്കുക? ബീയിങ് ഓപ്ഷൻ വരുന്നത് ഉത്തരമായിട്ട് വരുന്നു. ബീയിങ് ഓപ്ഷൻ വരുന്നത് ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈസ്, ആം, ആറ്, വാസ്, വേർ വരുന്ന ചോദ്യങ്ങളുടെ പാസീവ് വോയിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാസീവ് വോയിസ് ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വേർ കഴിഞ്ഞിട്ട് എന്തു നോക്കുക? ബീയിങ് പ്ലസ് V3 ഓപ്ഷനിൽ ഉണ്ടാന്ന് നോക്കുക. ബീയിങ് പ്ലസ് V3 അത് തന്നെയാണ് ഉത്തരം. വേറെ ഒന്നിലേക്കും പോകണ്ട. ഈസ്, ആം, ആറ്, വാസ്, വേർ വരുന്ന ചോദ്യങ്ങളിൽ ബീയിങ് പ്ലസ് V3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ പാസീവ് എങ്ങനെ കണ്ടെത്താം? ഓക്കെ, ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ അതിന്റെ പാസീവ് പറയുമ്പോൾ ബീൻ പ്ലസ് V3 ഓപ്ഷനിലുണ്ട് നോക്കുക. എന്ത് നോക്കുക? ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞിട്ട് ബീൻ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കുക. എങ്കിൽ അത് തന്നെ ഉത്തരം. തീർന്നു. അടുത്ത് നോക്കിയേ, വില്ല് മുതൽ ഏതുവരെ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് പാസീവ് വോയിസ് എഴുതാൻ വേണ്ടി തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? B പ്ലസ് V3 ഓപ്ഷനിലുണ്ടാകുന്ന നോക്കുക. വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി വരുന്ന സെന്റൻസ് ആണെങ്കിൽ വില്ല് മുതൽ ഓട്ടിറ്റുള്ള ഓക്സിലറി ഏത് കഴിഞ്ഞിട്ടും B പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കുക. പാസീവ് വോയിസ് ആയി. ഓർമ്മയിലേക്ക് ഹാസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. മസ്റ്റിന്റെ പാസ്റ്റ് ഫോം ആണ് ഹാഡ് ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഹാഡ് ടു ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ചോദ്യം എങ്ങനെയായിരുന്നു? there was no means of conveyance there, conveyance there, so we dash walk. അപ്പൊ നോക്ക്, അവിടെ വാസ് ആയതുകൊണ്ട് മറുഭാഗത്തും പാസ്റ്റ് തന്നെ വരണം. മറുഭാഗത്ത് പാസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഹാഡ് ടു. എന്തുകൊണ്ട് പാസ്റ്റ് ആയിട്ട് എടുത്തു കുട്ടികളെ? ഓക്സിലറി അല്ല, അത് മസ്റ്റിന്റെ പാസ്റ്റ് ഫോം ആണ് ഹാഡ് ടു. അതുകൊണ്ട് അവിടെ ഹാഡ് ടു ഉത്തരമായിട്ട് വരുന്നു. നിങ്ങൾ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കും മസ്റ്റിന്റെ പാസ്റ്റ് ഫോം ആണ് ഹാഡ് ടു എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ഷീ വുഡ് നെവർ ഡാഷ് ടു മീ. ഷീ വുഡ് നെവർ ഡാഷ് ടു മീ ഓപ്ഷനിൽ ഏതൊക്കെ ഉണ്ട്? ലൈ ഉണ്ട്, ലൈസ് ഉണ്ട്, ലൈ ഉണ്ട്, ലൈങ് ഉണ്ട്, ലൈഡ് ഉണ്ട്. നോക്കിയേ, ഇവിടെ വുഡ് എന്ന് പറയുന്ന ഓക്സിലറി കിടക്കുന്നുണ്ടോ കുട്ടികളെ? വുഡ് എന്ന് പറയുന്ന ഏത് തരം ഓക്സിലറി ആണ്? മൊഡാൽ ഓക്സിലറി വെർബാണ്. മൊഡാൽ ഓക്സിലറി കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തായിരിക്കണം?
V1. V1 ഇതിൽ ഏതാണ് കുട്ടികളെ? ഇവിടെ ലൈസ് എസ്സിൽ അവസാനിക്കുന്നു. ലൈ എന്ന് പറയുന്നത് V1 ആണ്. ലൈങ് ING, ലൈഡ് എന്ന് പറയുന്നത് V2 അല്ലെങ്കിൽ V3 ആയിട്ട് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, സീത ഡിഡിന്റെ ഡാഷ് ലാസ്റ്റ് നൈറ്റ്. സീത ഡിഡിന്റെ ലാസ്റ്റ് ഡാഷ് ലാസ്റ്റ് നൈറ്റ്. കുട്ടികളെ, ലാസ്റ്റ് എന്ന വാക്ക് വന്നുകൊണ്ട് ഡിഡ് എന്ന് പറയുന്ന പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നിരിക്കുന്നു. നമ്മൾ പഠിച്ചതാണ് ടെൻസ്, ഞാനാണ് പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഓർമ്മയിൽ ഇരുന്ന് പറയണം. ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിൽ വേറൊരു തരത്തിലുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാലും പഠിച്ച കാര്യങ്ങൾ ആ ടെൻസ് അല്ലെങ്കിൽ അതിലുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ടൊന്ന് പോകണം. അപ്പോൾ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിക്കുക ചെയ്യും. ലാസ്റ്റ് വരുന്നതുകൊണ്ട് ഡിഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരാം. അപ്പോൾ V2 ഫോമാണ് വെർബായിട്ട് വരേണ്ടത്. V2 ഇല്ലെങ്കിൽ ഡിഡ് പ്ലസ് V1 ഉത്തരമായിട്ട് എഴുതാം. നോക്കി, ഓപ്ഷനിൽ കംസ് ഉണ്ട്, കെയിം ഉണ്ട്, അതേപോലെ കം ഉണ്ട്, കമ്മിങ് ഉണ്ട്. ഇതിൽ ഏതാണ് V1 എന്ന് പറയുന്നത്? കം ആണ് V1 ആയിട്ട് ഉപയോഗിക്കുന്നത്. കമ്മിന്റെ 3 രൂപം എന്ന് പറഞ്ഞു നോക്കിയേ. കമ്മ്, കെയിം, കമ്മ്, കെയിം, കമ്മ്. കമ്മിന്റെ 3 രൂപങ്ങളാണ് കം, കെയിം, കം. കം തന്നെയാണ് മൂന്നാമത്തെ രൂപമായിട്ട് വരുന്നത്. കംസ് എസ്സിൽ അവസാനിക്കുന്ന വെർബ് സിംഗുലാർ. കമ്മിങ് എന്ന് പറയുന്നത് ING രൂപം. അടുത്ത ചോദ്യം നോക്കിയേ. നെയ്തർ യു നോർ യുവർ സിസ്റ്റർ ഡാഷ് ടു ദം. നെയ്തർ യു നോർ യുവർ സിസ്റ്റർ ഡാഷ് ടു ദം. പറഞ്ഞു നോക്കിയേ. നോക്കുക, അവിടെ നമുക്ക് സിസ്റ്റർ, ഇത് കോൺകോഡ് ബേസ്ഡ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്സിലറി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബിനനുസരിച്ചാണ് ഉത്തരം എഴുതി പോയിരുന്നത്. ടോക്സ് ഓപ്ഷനിലുണ്ട്, ടോക്ക് ഓപ്ഷനിലുണ്ട്, ടോക്ക്ഡ് ഉണ്ട്, അതുപോലെ ടോക്കിംഗ് ഉണ്ട്. ഓക്കെ, നോക്കിയേ. നെയ്തർ യു, ഇത് സത്യത്തിൽ കറക്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ കോൺകോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിക്കുക. നെയ്തർ നോർ വാക്കുകൾ ഏതൊക്കെയാണ് കൂട്ടുക? ഞാൻ ആ റൂളും കൂടെ പറഞ്ഞു തരാം. നെയ്തർ നോർ ഏതൊക്കെ വാക്കുകളാണ്? നെയ്തർ നോറ്, നെയ്തർ നോറ്, എയ്തർ ഓറ്, എയ്തർ ഓറ്, എയ്തർ ഓറ്, അതുപോലെ നോട്ട് ഓൺലി ബട്ട് ആൾസോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, അതുപോലെ ഓറ്. 4 വാക്കുകൾ എന്ന് പറഞ്ഞേ. നെയ്തർ നോറ്, എയ്തർ ഓറ്, എയ്തർ ഓറ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓറ്. ഈ വാക്കുകൾ വെച്ചിട്ട് 2 സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ, 2 സബ്ജക്റ്റുകളെ ഈ വാക്കുകൾ വെച്ച് ബന്ധിപ്പിച്ചാൽ സെക്കൻഡ് സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് നമുക്ക് ഉത്തരം എഴുതാം. 2ാമത്തെ സബ്ജക്റ്റ് ആണ് നോക്കേണ്ടത്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് ഏതാണോ അതിന്റെ സിംഗുലാർ അല്ലെങ്കിൽ പ്ലൂറൽ അനുസരിച്ച് ഉത്തരങ്ങൾ എഴുതാം. ഓക്സിലറി പ്ലസ് വെർബാണ് കിടക്കുന്നെങ്കിൽ അങ്ങനെ അനുസരിച്ച് എഴുതാം. നോക്കിയേ, ഇവിടെ നെയ്തർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നെയ്തർ നോർ വെച്ച് ആദ്യ സബ്ജക്റ്റ് യു, സെക്കൻഡ് സബ്ജക്റ്റ് സിസ്റ്റർ. യു എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, സിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. അപ്പോൾ നമുക്ക് ആർക്കനുസരിച്ച് എഴുതുക? സിസ്റ്ററിനനുസരിച്ച് ഉത്തരം എഴുതുക. സിസ്റ്റർ സിംഗുലാർ ആയതുകൊണ്ട് ഉത്തരം എന്ത് എഴുതണം? സിംഗുലാർ എഴുതണം. ഇനി നോക്കിയേ, ടോക്സ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ടോക്ക് ഓപ്ഷനിലുണ്ട്, ടോക്ക്ഡ് ഓപ്ഷനിലുണ്ട്, ടോക്കിംഗ് ഓപ്ഷനിലുണ്ട്. ഏത് ഉത്തരം കുട്ടികളെ? നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ടോക്സ് ഉത്തരമായിട്ട് നെയ്തർ യു നോർ യുവർ സിസ്റ്റർ ടോക്സ് ടു ദം, ടോക്സ് ടു ദം അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇനി ടോക്ക് എന്ന് പറയുന്നത് V1 ആണ്, ടോക്ക്ഡ് എന്ന് പറയുന്നത് V2 ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? അതിവിടെ പാസ്റ്റ് ആയിട്ട് വരില്ല. ഇനി ടോക്കിംഗ് എന്ന് പറയുന്നത് ING രൂപം, ഒറ്റയ്ക്ക് നിൽക്കില്ല. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്ക്. നോക്കിയേ, ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്ക്. സാധാരണ ഒരു സിമ്പിൾ സെന്റൻസ് ആണ് പറഞ്ഞത്. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്ക്. കുട്ടികളെ നോക്കിയേ, അഫ്രൈഡ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ ഫിക്സഡ് പ്രിപ്പോസിഷൻ ഓഫ് ആയിരിക്കും കേട്ടോ, പഠിച്ചോണം. അഫ്രൈഡ് ഓഫ്, ഫോണ്ട് ഓഫ്, ടയേർഡ് ഓഫ്, ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഓഫാണ് വരുന്നത് കേട്ടോ. അഫ്രൈഡ്, ഫോണ്ട്, ടയേർഡ്, കോൺഫിഡൻറ്റ്. അഫ്രൈഡ്, ഫോണ്ട്, ടയേർഡ്, കോൺഫിഡൻറ്റ്, ഇന്നസെന്റ്, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. നമ്മൾ പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അഫ്രൈഡ്, ഫോണ്ട്, ടയേർഡ്, ഇന്നസെന്റ്, ബിവയർ, ഈ വാക്കുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചേർത്ത് പറയണം. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓഫ് ചേർത്തിട്ട് പറയണം. ഓഫാണ് അതിനോടൊപ്പം ചേർത്ത പ്രിപ്പോസിഷൻ. ഞാനത് കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. നോക്കിയാൽ ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്സ്. ഈ സ്നേക്കിന്റെ കുഞ്ഞിന് പറയുന്ന പേരെന്താണ് കുട്ടികളെ? സ്നേക്കിന്റെ കുഞ്ഞിന് പറയുന്ന പേര്, സ്നേക്കിന്റെ കുഞ്ഞിന് പറയുന്ന പേര് സ്നേക്ക് ലെറ്റ് എന്നാണ് കേട്ടോ. സ്നേക്കിന്റെ കുഞ്ഞിന് പറയുന്ന പേരെന്താണ്? സ്നേക്ക് ലെറ്റ് എന്നാണ് കേട്ടോ. ഈ ലെറ്റ് വരുന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചു നോക്കാം. സ്നേക്ക് പറഞ്ഞു നോക്കിയേ, സ്നേക്ക് ലെറ്റ്. അതേപോലെ പിഗിന്റെ കുഞ്ഞിന് പറയുന്ന പേര് പിഗ്ലെറ്റ്. ഔളിന്റെ കുഞ്ഞിന് പറയുന്ന പേര് ഔലെറ്റ്, ഔള് ഔലെറ്റ്. ഈഗിളിന്റെ കുഞ്ഞിന് പറയുന്ന പേര് ഈഗ്ലെറ്റ്. പറഞ്ഞു നോക്കിയേ, 5 ലെറ്റ് വരുന്ന കുഞ്ഞുങ്ങൾ ഏതൊക്കെ? സ്നേക്ക്, സ്നേക്ക്ലെറ്റ്, ഔള് ഔലെറ്റ്, പിന്നെ അതേപോലെ തന്നെ
നമ്മുടെ ഏത് പറഞ്ഞു? ഈഗിള് ഈഗ്ലെറ്റ്, പിഗ് പിഗ്ലെറ്റ്, പന്നിയുടെ കുഞ്ഞിന് പറയുന്ന പേര് പിഗ്ലെറ്റ്, മറക്കരുത് കേട്ടോ. ചിൽഡ്രൻ എന്ന് പറയുന്ന പ്ലൂറലാണ് കുട്ടികളെ. ചൈൽഡിന്റെ പ്ലൂറലാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ചിൽഡ്രൻ എന്ന് പറയുന്നത് ചൈൽഡ് സിംഗുലാർ, അതിന്റെ പ്ലൂറില് ചിൽഡ്രൻ ആണ് കേട്ടോ. ചിൽഡ്രൻസ് എന്ന് പറയുമോ? പറയില്ല, തെറ്റാണ് കേട്ടോ. അപ്പൊ അത് പ്ലൂറിൽ വരണം. സാധാരണ സെന്റൻസ് ആണ്, നോർമലി ഒരു പ്രസന്റ് ടെൻസ് ആണ്. അതില്ലെങ്കിൽ നമുക്ക് ഉത്തരം ആമുണ്ട്, ആറുണ്ട്, ഈസുണ്ട്, വേറുണ്ട്. അപ്പൊ നമുക്ക് പ്രസന്റ് ടെൻസ് പ്രസന്റ് ഫോം ആയതുകൊണ്ട് ചിൽഡ്രൻസ് ആർ അഫ്രൈഡ് ഓഫ് സ്നേക്സ്. വേറെ എന്ന് പറയേണ്ട, വേറെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, പാസ്റ്റ് ആണ്. ഇവിടെ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വേറെ വാക്കൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രസന്റ് ഫോം അങ്ങ് പറഞ്ഞാൽ മതി. ആം എന്ന് പറയുന്ന ഐ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ മാത്രം, ഈസ് എന്ന് പറയുന്നത് സിംഗുലാർ, വെർബ് സിംഗുലാർ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ സബ്ജക്റ്റ്, വെർബല്ല, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇപ്പൊ ക്ലിയർ ആണല്ലോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിട്ട് പോവാം. നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ പറഞ്ഞത് ഓക്സിലറീസിനെ കുറിച്ചാണ്. 24 ഉണ്ട്, രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി ഓക്സിലറി, മൊഡാൽ ഓക്സിലറി. പ്രൈമറിയെ 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ബി ഫോം ഓക്സിലറി, ഹാവ് ഫാമിലി, ഡു ഫാമിലി. ബി ഫോമിൽ വരുന്നത് ഈസ് മുതൽ ഏത് വരെ? ഡിഡ് വരെ. കഴിഞ്ഞിട്ട് ING വരുന്നു, അല്ലെങ്കിൽ ഈസ് മുതൽ ഈസ്, ആം, ആറ്, വാസ്, വേർ വരുന്നത് പ്രൈമറി. കഴിഞ്ഞിട്ട് ING വരുന്നു. ഹാവ് ഫാമിലി ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് V3 വരുന്നു. ഡു ഫാമിലിയിൽ ഡു, ഡസ്, ഡിഡ് പ്ലസ് V1 വരുന്നു. മൊഡാൽ ഓക്സിലറി വില്ല് മുതൽ OT2 പ്ലസ് V1 ആണ്. സെമി മൊഡാൽ ഏതൊക്കെ? 2 എണ്ണം, ഈസ് അല്ലെങ്കിൽ നീഡും ഡെയർ. എന്തുകൊണ്ട് സെമി മൊഡാലായിട്ട് അവയെ പറയുന്നു? ഓക്സിലറി ആയിട്ട് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാം. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ക്ലാസിഫിക്കേഷനും അതിൽ സിംഗുലാർ ഏത്, പ്ലൂറൽ ഏതെന്ന് പറഞ്ഞു, പിന്നെ പ്രസന്റ് പാസ്റ്റ് പറഞ്ഞു, പിന്നെ അതേപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ബൈ.